ഹായ് ഫ്രണ്ട്സ്, എഡ്യൂ സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് മലയാളം മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കെമിസ്ട്രി സബ്ജക്റ്റിൻ്റെ പാർട്ട് 1 4 ചാപ്റ്ററും പാർട്ട് 2 3 ചാപ്റ്ററും കൂടി ടോട്ടൽ 7 ചാപ്റ്ററാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യ ഭാഗങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണം ആണ് ആറ്റം. എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണം ആണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. പിന്നെ നമുക്ക് ആറ്റത്തെ പറ്റി എന്തെല്ലാം അറിയാം? ആറ്റത്തിൽ ആകെ 3 കണങ്ങളാണുള്ളത്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അപ്പോൾ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് അകത്തുള്ള 2 കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണങ്ങളാണ് ഏതാണ്? ഇലക്ട്രോൺ അല്ലേ. ഇനി നമുക്ക് നേരെ പീരിയോഡിക് ടേബിളിലേക്ക് വരാം. കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിൽ 3rd ചാപ്റ്ററിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്? നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പീരിയോഡിക് ടേബിളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ 63 മൂലകങ്ങളാണ് ഈ പീരിയോഡിക് ടേബിളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഓക്കെ, 1869 ഈ പീരിയോഡിക് ടേബിളിന് രൂപം നൽകിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി മെൻഡലിയോഫ് ആണ്. അപ്പോൾ ആരാണ്? ദിമിത്രി മെൻഡലിയോഫ് ആണ് ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്. ആ പീരിയോഡിക് ടേബിളിൽ ടോട്ടൽ 63 മൂലകങ്ങളാണുള്ളത്. വർഷങ്ങൾക്ക് ശേഷം 1913 നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിന് രൂപം നൽകി. ഈ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത് ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റായ ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെ കാണുന്നത്, അതായത് ഹൊറിസോണ്ടലായിട്ട് കാണുന്നത് പീരീഡുകളും പീരിയോഡിക് ടേബിളിൽ കുത്തനെ കാണുന്നത്, അതായത് വെർട്ടിക്കലായിട്ട് കാണുന്നത് ഗ്രൂപ്പുകളുമാണ്. എന്താണ്? പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെ കാണുന്നത് പീരീഡുകളും പീരിയോഡിക് ടേബിളിൽ കുത്തനെ കാണുന്നത് ഗ്രൂപ്പുകളുമാണ്. പീരിയോഡിക് ടേബിളിൽ ആകെ 118 മൂലകങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഹെൻറി മോസ്ലി ഓരോ മൂലകത്തെയും വർഗീകരിച്ചിരിക്കുന്നത് ആ മൂലകത്തിൻ്റെ ആറ്റത്തിൻ്റെ ഘടനയെ അനുസരിച്ചാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഹെൻറി മോസ്ലി ഓരോ മൂലകത്തെയും വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആ മൂലകത്തിൻ്റെ ആറ്റത്തിൻ്റെ ഘടനയെ അനുസരിച്ചാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാം, പീരിയോഡിക് ടേബിളിൽ മൂലക വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്താണ്? ആറ്റം ഘടന. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പീരിയോഡിക് ടേബിളിൽ മൂലക വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്താണ്? ആറ്റം ഘടന. ഒരു ആറ്റത്തിൻ്റെ ഘടന എടുത്തിട്ടുണ്ട്. അപ്പോൾ നടുവിലായി കാണുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റലുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് എന്ന ക്രമത്തിൽ ഷെല്ലുകളുടെ പേരുകൾ കെ, എൽ, എം, എൻ എന്നിങ്ങനെയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കെ ഷെൽ ന്യൂക്ലിയസിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു. എൽ, എം, എൻ എന്നീ ഷെല്ലുകൾ ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് അകലെയായി യഥാക്രമം സ്ഥിതി ചെയ്തു വരുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ന്യൂക്ലിയസ് ഒരു കാന്തമായിട്ട്, അതായത് മാഗ്നറ്റായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഇലക്ട്രോണുകൾ മറ്റു ചെറിയ കാന്തങ്ങളായും നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയസ് എന്താണ്? ഒരു ചെറിയ കാന്തമായിട്ടും ഇലക്ട്രോണുകൾ മറ്റു കാന്തങ്ങളായും സങ്കല്പിക്കുന്നു.
അപ്പോൾ കെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിലേക്കുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. കാരണം കെ ഷെല്ല് ന്യൂക്ലിയസിന് വളരെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കെ ഷെല്ലിന് ന്യൂക്ലിയസിനോട് ആകർഷണ ബലം കൂടുതലായിരിക്കും. കെ ഷെല്ലിൽ നിന്ന് എൽ, എം, എൻ എന്നീ ഷെല്ലുകളിലേക്ക് പോകും തോറും ആകർഷണ ബലം കുറയുന്നു. കാരണം കെ ഷെല്ലിൽ നിന്ന് വളരെ അകലത്തിലാണ് എൽ, എം, എൻ എന്നീ ഷെല്ലുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഊർജത്തിൻ്റെ കേസ് എടുക്കാം. നെക്സ്റ്റ് ഊർജ്ജമാണ്. അപ്പം നമുക്ക് നല്ല ഊർജ്ജം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ ന്യൂക്ലിയസ് എന്ന മാഗ്നറ്റിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് കെ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് ആകർഷണ ബലം മൂലം പുറത്തേക്ക് ചാടാനോ ഓടാനോ പറ്റത്തില്ല. അപ്പോൾ എന്നാൽ കെ ഷെല്ലിൽ നിന്ന് എൽ, എം, എൻ എന്നീ ഷെല്ലുകളിലേക്ക് പോകും തോറും ആകർഷണ ബലം കുറയുന്നു. അപ്പോൾ ഊർജം കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയസിന് അടുത്ത് കിടക്കുന്ന കെ ഷെല്ലിന് ആകർഷണ ബലം കൂടുതലും ഊർജം കുറവുമാണ്. എൽ, എം, എൻ എന്നീ ഷെല്ലുകളിലേക്ക് പോകും തോറും ആകർഷണ ബലം കുറയുകയും ഊർജം കൂടി വരികയും ചെയ്യുന്നു. ഈ പോയിന്റ് തന്നെയാണ് നമ്മൾ ആ ബോക്സിൽ പഠിച്ചത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോണിക് വിന്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പഠിക്കാം. അത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് കെ ഷെല്ലില് നമുക്ക് കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതുപോലെ തന്നെ എൽ ഷെല്ലില് 8 ഇലക്ട്രോണുകളും, എം ഷെല്ലില് 18 ഇലക്ട്രോണുകളും, എൻ ഷെല്ലില് 32 ഇലക്ട്രോണുകളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. 2n² എന്ന ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും എൻ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലിഥിയം എന്ന മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് എത്രയാണ്? ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഇസഡ്. ആറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഇസഡ്. അപ്പൊ ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിന്യാസം വരുന്നത് കെ ഷെല്ലില് 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് 1 ഇലക്ട്രോണും ആയിരിക്കും. കാരണം 2 + 1 3. അപ്പോൾ ആറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പൊ അടുത്ത മൂലകമാണ് ബെറിലിയം. ബെറിലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 4 ആണ്. അപ്പോ ബെറിലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 4 ആണ്. അപ്പൊ കെ ഷെല്ലില് 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് എത്ര ഇലക്ട്രോൺ വരും? 2 ഇലക്ട്രോണുകളും വരും. കാരണം എൽ ഷെല്ലില് 8 ഇലക്ട്രോൺ വരെ വരാം. അപ്പോ ഇനി 6 ഇലക്ട്രോൺ കൂടി എൽ ഷെല്ലിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അടുത്തതാണ് ബോറോൺ. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. അപ്പോ കെ ഷെല്ലില് 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് 3 ഇലക്ട്രോണുകളും വരും. അതുപോലെ തന്നെ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ഈ മൂലകങ്ങളുടെ ആറ്റോമിക് നമ്പർ യഥാക്രമം 6, 7, 8, 9, 10 എന്നിങ്ങനെയാണ്. അപ്പോ ഇതിന്റെ കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും എൻ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വരുന്ന നമുക്ക് എന്നെ ഒന്ന് എഴുതി നോക്കണം. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് വർക്ക് ബുക്ക് സെക്ഷനിൽ നമ്മൾ ആൻസർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് സോഡിയാണ്. അപ്പൊ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ ഇസഡ് = 11. അപ്പോൾ സെഡ് ആണ് ആറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. അപ്പോ സോഡിയത്തിന്റെ കെ ഷെല്ലില് 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോണുകളും. അപ്പൊ 8ഉം 2ഉം 10 ആയിട്ടുണ്ട്. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ആ 1 ഇലക്ട്രോൺ പോകുന്നത് എം ഷെല്ലിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോ സോഡിയത്തില് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് 8 ഇലക്ട്രോണുകളും എം ഷെല്ലില് 1 ഇലക്ട്രോൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്? മെഗ്നീഷ്യം. അപ്പോ മെഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. മെഗ്നീഷ്യത്തില് കെ ഷെല്ലില് 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് 8 ഇലക്ട്രോണുകളും എം ഷെല്ലില് 2 ഇലക്ട്രോണുകളുമായിരിക്കും ഉൾക്കൊള്ളുന്നുണ്ടാവുക. അപ്പോ മെഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അതുപോലെ തന്നെ മെഗ്നീഷ്യം എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും 12 ആയിരിക്കും. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 11 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ.
അപ്പൊ ഇവയുടെ ആറ്റോമിക് നമ്പർ യഥാക്രമം 13, 14, 15, 16, 17. അപ്പോൾ ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിന്യാസം നമ്മൾ എഴുതി നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വർക്ക് ബുക്ക് സെക്ഷനിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് പറയാനുള്ളത് ആർഗണിന്റെ ആണ്. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18 ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിന്യാസം പഠിക്കാം. കെ ഷെല്ലില് 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് 8 ഇലക്ട്രോണുകളും എം ഷെല്ലില് 8 ഇലക്ട്രോണുകളുമായിരിക്കും ആർഗണില് ഉൾക്കൊള്ളുന്നുണ്ടാവുക. 8 ഉം 2 10, 10 ഉം 8 18. അപ്പൊ ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18. അപ്പൊ കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 8ഉം എം ഷെല്ലില് 8 ഇലക്ട്രോണുകളുമായിരിക്കും ഉൾക്കൊള്ളുന്നുണ്ടാവുക. അടുത്ത് തുടങ്ങിയിട്ടാണ് നമുക്കൊരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോ പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് 19. അപ്പോ പൊട്ടാസ്യത്തിന്റെ കെ ഷെല്ലില് 2 ഇലക്ട്രോണുകളും എൽ ഷെല്ലില് ടോട്ടൽ 8 ഇലക്ട്രോണുകളും എം ഷെല്ലിൽ ശരിക്കും 9 ഇലക്ട്രോണുകളുമാണ് വരേണ്ടത്. പക്ഷെ ഈ ഒരു പൊട്ടാസ്യത്തിന്റെ കണ്ടീഷനിൽ നമ്മൾ വരുന്നത് 8 ഇലക്ട്രോണുകളും എൻ ഷെല്ലില് 1 ഇലക്ട്രോണുകളുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്കായി വരുന്നത്. അപ്പോൾ ഓരോ ഊർജ നിലയിലുള്ള ഇലക്ട്രോണുകൾ അതിന്റെ ഉപ ഊർജ നിലകളായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. അതായത് ഓരോ എനർജി ലെവലിലുള്ള ഇലക്ട്രോണുകൾ ഓരോ സബ് എനർജി ലെവൽസുകളായിട്ട് നമ്മൾക്ക് വിന്യസിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉപ ഊർജ നിലകളെ സബ്ഷെല്ലുകൾ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഉപ ഊർജ നിലകളെ നമ്മൾ സബ്ഷെല്ലുകൾ എന്നാണ് പറയുന്നത്. ഇവ യഥാക്രമം എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ഇവ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ് പറയുന്നത്. എസില് 2 ഇലക്ട്രോണുകളും പിയില് 6 ഇലക്ട്രോണുകളും ഡിയില് 10 ഇലക്ട്രോണുകളും എഫില് 14 ഇലക്ട്രോണുകളുമായിരിക്കും ഉൾക്കൊള്ളുന്നുണ്ടാവുക. എന്താണ് എസില് 2 ഇലക്ട്രോണുകളും പിയില് 6 ഇലക്ട്രോണുകളും ഡിയില് 10 ഇലക്ട്രോണുകളും എഫില് 14 ഇലക്ട്രോണുകളുമായിരിക്കും ഉൾക്കൊള്ളുന്നത്. ഓരോ ഊർജ നിലയിലുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ നിലകളായിട്ട് വിന്യസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ എനർജി ലെവലിലുള്ള ഇലക്ട്രോണുകൾ അതിന്റെ സബ് എനർജി ലെവലുകളായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഈ സബ് എനർജി ലെവലിനെ നമ്മൾ എന്തെന്ന് പറയും? സബ്ഷെല്ലുകൾ എന്ന് പറയും. ഈ സബ്ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എസില് 2 ഇലക്ട്രോണുകളും പിയില് 6 ഇലക്ട്രോണുകളും ഡിയില് 10 ഇലക്ട്രോണുകളും എഫില് 14 ഇലക്ട്രോണുകളുമാണ് ഉൾക്കൊള്ളുന്നത്. ഇനി നമുക്ക് അതിന്റെ യഥാക്രമം എസ്, പി, ഡി, എഫ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെൽ. കെ ഷെല്ലിൽ വരുന്ന സബ്ഷെല്ലാണ് എസ്. ഇനി രണ്ടാമത്തെ ഷെല്ലാണ് എൽ ഷെൽ. എൽ ഷെല്ലിൽ വരുന്ന സബ്ഷെല്ലാണ് എസും പിയും. ഇനി മൂന്നാമത്തെ ഷെല്ലാണ് എം. എമ്മിൽ വരുന്ന സബ്ഷെല്ലുകളാണ് എസ്, പി, ഡി. നാലാമത്തെ സബ്ഷെല്ലാണ് എൻ. എന്നിൽ വരുന്ന സബ്ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ്. കെ ഷെല്ലിലുള്ള സബ്ഷെല്ലിനെ നമ്മൾ 1s എന്ന് പറയും. എൽ ഷെല്ലിലുള്ള സബ്ഷെല്ലിനെ 2s, 2p എന്ന് പറയും. എം ഷെല്ലിലുള്ള സബ്ഷെല്ലിനെ 3s, 3p, 3d എന്ന് പറയും. എൻ ഷെല്ലിലുള്ള സബ്ഷെല്ലിനെ 4s, 4p, 4d, 4f എന്നും റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് ഓരോ മൂലകത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കാം. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാ എക്സാമിനും ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണിത്. അപ്പോ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ എലമെന്റ് ആണ് ഹൈഡ്രജൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പൊ ഹൈഡ്രജനിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോ ഹൈഡ്രജന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അപ്പൊ നമുക്കറിയാം അത് ഏത് ഷെല്ലിലേക്കായിരിക്കും വരുന്നുണ്ടാവുക? കെ ഷെല്ലിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, കെ ഷെല്ലിലെ ഏത് സബ്ഷെല്ലാണ് വരുന്നത്? എസ് ആയിരിക്കും വരുന്നത്. അപ്പോ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 1s1 ആയിരിക്കും. 1s1 ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് ഹീലിയാണ്. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? Z ആണ്. അപ്പോൾ Z = 2. അതായത് ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്.
അപ്പോൾ കെ ഷെല്ലിൽ തന്നെ ആയിരിക്കുള്ളൂ ഹീലിയത്തിന്റെ ഇലക്ട്രോണുകളും വരുന്നത്. ഓക്കെ, അപ്പോൾ സബ്ഷെല്ലാണ് എസ് ആണ്. അപ്പോൾ 1s, ഇലക്ട്രോണുകളുടെ എണ്ണം 2. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എസില് ടോട്ടൽ 2 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളുന്നത്, പിയില് 6 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളുന്നത്, ഡിയില് 10 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളുന്നത്, എഫില് 14 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ എസ് സബ്ഷെല്ലിലായിരിക്കും വരുന്നത്, അതായത് കെ ഷെല്ലിലെ എസ് സബ്ഷെൽ 1s2. അപ്പോ അടുത്ത മൂലകമാണ് ലിഥിയം. അപ്പോൾ ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് 3. അപ്പൊ ലിഥിയത്തില് ആകെ ഇലക്ട്രോണുകളുടെ എണ്ണവും എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷെല്ലിലേക്ക് വരുന്നത് ആദ്യത്തെ ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഷെൽ ഏതാണ്? കെ ഷെല്ലാണ്. കെ ഷെല്ലിലെ സബ്ഷെൽ ഏതാണ്? എസ് ആണ്. എസ് 1s ആയിരിക്കും വരുന്നത് ആദ്യത്തെ ഷെല്ല്. അപ്പോൾ 1s. എസിൽ എത്ര ഇലക്ട്രോണുകളായിരിക്കും ഉൾക്കൊള്ളുന്നത്? 2 ഇലക്ട്രോണുകളായിരിക്കും. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോൺ കൂടി വേണം. ആ ഇലക്ട്രോൺ പോകുന്നത് എൽ ഷെല്ലിലേക്കായിരിക്കും. അപ്പൊ എൽ ഷെല്ലില് ഫസ്റ്റ് വരുന്നത് എസ് സബ്ഷെല്ലാണ്, അതായത് 2s. എസില് ടോട്ടൽ 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ നമുക്ക് 3 ഇലക്ട്രോൺ മതി. ഓൾറെഡി 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ഇനി 1 ഇലക്ട്രോൺ കൂടി മതി. അപ്പോൾ ലിഥിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസമാണ് 1s2 2s1. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൂലകം എടുക്കാം. അടുത്ത മൂലകം ബെറിലിയാണ്. ഓക്കെ, ബെറിലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, അപ്പോ ബെറിലിയം ആദ്യത്തെ ഇലക്ട്രോൺ വരുന്നത് കെ ഷെല്ലിലായിരിക്കും. അപ്പോൾ കെ ഷെല്ലിലുള്ള എസ് സബ്ഷെല്ലിലായിരിക്കും. ഓക്കെ, അപ്പൊ വരുന്നത് 1s. എസില് എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നുണ്ട്? 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നുണ്ട്. അടുത്തത് വരുന്നത് 2sലേക്കായിരിക്കും. 2s. എസിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളും. ഓക്കെ, അപ്പൊ ഇതാണ് ബെറിലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ അടുത്ത മൂലകമാണ് ബോറോൺ. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. അപ്പൊ അതില് ഫസ്റ്റ് ഷെല്ലിൽ വരുന്നുണ്ട്. അപ്പോ 1s2, അത് കഴിഞ്ഞാൽ 2s2. നെക്സ്റ്റ് വരുന്നത് 2pയിലേക്കാണ്, കാരണം ഇപ്പോൾ 4 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. നമുക്ക് ബോറോണിൻ്റെത് ടോട്ടൽ 5 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അടുത്ത ഇലക്ട്രോൺ വരുന്നത് 2pയിലേക്കായിരിക്കും. 2p. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആ 1 ഇലക്ട്രോൺ ഇവിടെ വരും. പിയില് ടോട്ടൽ 6 ഇലക്ട്രോൺ വരെ വരും. അപ്പൊ നമ്മുടെ അടുത്ത എലമെന്റ് ആണ് കാർബൺ. കാർബണിന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം. Z എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കാം. എങ്ങനെയായിരിക്കും? ആദ്യത്തെ ഇലക്ട്രോൺ വരുന്നത് 1sലേക്കായിരിക്കും. അപ്പോ 1s. എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുന്നത്? 2 ഇലക്ട്രോൺ കൊള്ളും. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോ അടുത്തത് വരുന്നത് നേരെ 2sലോട്ടായിരിക്കും. അപ്പോ 2s. എത്ര ഇലക്ട്രോൺ ഉണ്ട്? എസില് എത്ര ഇലക്ട്രോൺ കൊള്ളുന്നുണ്ട്? 2 ഇലക്ട്രോൺ ആണ് കൊള്ളുന്നത്. അപ്പോ 2s2. ഇനി ബാക്കി കാർബണില് 2 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്, കാരണം ഇപ്പോ 2 2 4 ആയിട്ടുണ്ട്. അടുത്ത ഇലക്ട്രോൺ പോകുന്നത് എവിടേക്കായിരിക്കും? 2pയിലോട്ടായിരിക്കും. അപ്പോ 2p2. അപ്പൊ കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അതുപോലെ തന്നെ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2. നമ്മുടെ അടുത്ത എലമെന്റ് ആണ് നൈട്രജൻ. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പോ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 1s2 2s2 2p. എത്ര ഇലക്ട്രോൺ ആയിരിക്കും വരുന്നത്? ഇപ്പൊ ടോട്ടൽ 2 + 2 4 ആയിട്ടുണ്ട്. നമുക്ക് എത്ര ഇലക്ട്രോൺ കൂടി ബാക്കി വേണം? 3 ഇലക്ട്രോൺ കൂടി വേണം. അപ്പോൾ പിയിൽ വരുന്നത് 3 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, ആദ്യം 1sൽ പോയി, പിന്നെ 2sൽ പോയി, പിന്നെ പോകുന്നത് 2pയിലേക്കായിരിക്കും. പിയിൽ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ നമുക്കിനി അടുത്ത എലമെന്റും ഓക്സിജനും അതുപോലെ തന്നെ ഫ്ലൂറിൻ, നിയോൺ, ഇത്രയും എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ വർക്ക് ബുക്കിൽ എഴുതി വെക്കുക. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത എലമെന്റ് ആണ് സോഡിയം. അപ്പൊ സോഡിയത്തിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Na എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് Na എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കാരണം നമ്മൾ സോഡിയത്തിന്റെ പേര് ലാറ്റിൻ നെയിം നാട്രിയം എന്നാണ്. ഓക്കെ, അപ്പോ Na സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? Z = 11.
ഓക്കെ, അപ്പൊ നമുക്ക് സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഇലക്ട്രോൺ വരുന്നത് 1s-ലാണ്. അപ്പോ 1s എത്ര ഇലക്ട്രോൺ കൊള്ളും? എസിൽ 2 ഇലക്ട്രോൺ കൊള്ളും. അടുത്തത് വരുന്നത് 2s-ലേക്കാണ്. അപ്പൊ 2s-ൽ ഉൾക്കൊള്ളുന്നത്, എസിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 തന്നെയാണ്. അപ്പൊ ടോട്ടൽ 4 ആയിട്ടുണ്ട്, 11 ആവണം. അടുത്തത് വരുന്നത് പി ആണ്. അപ്പോ 2p6. അപ്പൊ ഇപ്പൊ ടോട്ടല് 6 2 8 8 2 10 ആയിട്ടുണ്ട്. ഇനി ഒരു ഇലക്ട്രോൺ കൂടി വേണം. ആ ഇലക്ട്രോൺ പോകുന്നത് എവിടേക്കായിരിക്കും? അടുത്ത ഷെല്ലിന്റെ എം ഷെല്ലിന്റെ എസ് സബ് ഷെല്ലിലേക്കായിരിക്കും. അപ്പോ 3s1. ഇപ്പോ 11 ആയിട്ടുണ്ട്. നമുക്ക് എസിൽ പരമാവധി 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പോ അടുത്തതാണ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? Z=12. ഓക്കെ, അപ്പൊ നമുക്ക് മഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് 1s-ലേക്ക് കടന്നു. അതിനുശേഷം 2s-ലേക്ക് കടന്നു. എസിൽ പരമാവധി കൊള്ളുന്നത് 2 ഇലക്ട്രോൺ. അടുത്തത് 2p-ലേക്ക് കടന്നു. പിയിൽ പരമാവധി ഉൾക്കൊള്ളുന്നത് 6 ഇലക്ട്രോൺ. ഇപ്പൊ ടോട്ടൽ 10 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എത്രയാ വേണ്ടത്? 2 ഇലക്ട്രോൺ കൂടി വേണം. അടുത്തത് 3s-ലേക്ക് കടന്നു. എസിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പൊ നമ്മളുടെ മഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് 1s2 2s2 2p6 3s2. അപ്പൊ ഇതുപോലെ വരുന്നതാണ് ബാക്കി അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. അപ്പൊ ഇത്രയും മൂലകങ്ങളുടെ ആറ്റോമിക് നമ്പേഴ്സ് ആണ് 13, 14, 15, 16, 17. അപ്പൊ ഇത്രയും മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി വെക്കുക. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വർക്ക് ബുക്കിൽ അത് ചെയ്യാം. അപ്പോ ലാസ്റ്റ് പറയുന്നതാണ് ആർഗൺ. അപ്പോ ആർഗണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 18 ആണ്. എത്രയാണ്? ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോ അതില് ഫസ്റ്റ് വരുന്നത് കെ ഷെല്ലിലേക്കായിരിക്കും. കെ ഷെല്ലില് 1s-ലേക്കായിരിക്കും. അപ്പോ 1s, എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുന്നത്? 2 ഇലക്ട്രോൺ ആയിരിക്കും. അടുത്തത് വരുന്നത് 2s-ലേക്ക്. അപ്പോ 2s-ല് എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുന്നുണ്ട്? 2 ഇലക്ട്രോൺ തന്നെ. അടുത്തത് പോകുന്നത് 2p-ലേക്ക്, എൽ ഷെല്ലിന്റെ 2p-ലേക്ക്. അപ്പോ 2p, പിയില് പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഇപ്പൊ ടോട്ടൽ 10 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. നമുക്ക് എത്ര ഇലക്ട്രോൺ വരെ വരണം? 8 ഇലക്ട്രോൺ കൂടി കൂടുതൽ വരണം. ഓക്കെ, അടുത്ത 2p കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുന്നത് എം ഷെല്ലിന്റെ എസിലേക്കായിരിക്കും. അതായത് 3s2, എസിൽ ഉൾക്കൊള്ളുന്നത് 2 ഇലക്ട്രോൺ ആയിരിക്കും. അടുത്തത് 3s കഴിഞ്ഞതിന് ശേഷം 3p ആണ്. 3pയില് പിയില് പരമാവധി ഉൾക്കൊള്ളുന്നത് 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇപ്പോ ടോട്ടൽ എത്രയായി? 6ഉം 2ഉം 8ഉം 8 2 10. അപ്പൊ ടോട്ടൽ 18. ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.